തോൽക്കുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, കൂട്ടുകൂടുന്നവരെ ഇവരൊക്കെ പറ്റിയിട്ട് നമ്മുടെ സമൂഹം പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില തെറ്റായ ധാരണകളെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ കരുതി. കാരണം നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ വന്നതിന് ശേഷം ഒത്തിരി പേരായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നു. പല പല കാര്യങ്ങളും അവർ കടന്നുപോയ ബുദ്ധിമുട്ടുകളും അവരുടെ ചെറുപ്പകാലത്ത് അവരുടെ സമൂഹം അല്ലെങ്കിൽ അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ അവരെ പഠിപ്പിച്ച് വെച്ച കുറേ കുറേ കാര്യങ്ങൾ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റി പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നതും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഒരു പോസിറ്റീവായ രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഫെയിലിയർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ തോറ്റു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മോശം കാര്യമാണെന്നാണ്. പക്ഷേ അത് തെറ്റാണ്. ഫെയിലിയറാണ്, അതായത് തോൽവിയാണ് ഏറ്റവും നല്ല ഒരു ടീച്ചറായിട്ട് പറയണത്. ഈ അടുത്തിടെ ഒരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന റിസർച്ച് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഫെയിലിയറായിട്ട് പിന്നെ അതീന്നും കഷ്ടപ്പെട്ട് ട്രൈ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ബ്രെയിൻ കപ്പാസിറ്റിയും അവരുടെ ഒരു തിങ്കിങ് കപ്പാസിറ്റിയും വളരെയധികം കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മളുടെ ഒരു യങ് ജനറേഷൻ ആ ഒരു ഓൺട്രപ്രണർഷിപ്പ് പോലെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതലായിട്ടുണ്ടാവേണ്ട ഒരു കഴിവാണ് തോൽവീനെ ഇഷ്ടപ്പെടാനും തോൽവീനെ ആക്സെപ്റ്റ് ചെയ്യാനും ഉള്ളൊരു കഴിവ്. ദർ ഈസ് നോ സച്ച് തിങ് കോൾഡ് ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടോ. ഫെയിലിയർ എന്ന് പറയുന്നത്, തോൽവി എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യം വേറൊരു രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫീഡ്ബാക്ക് മാത്രമായിട്ട് തോൽവികളെ കാണേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാനൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്കൊരു തോൽക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു ദുരന്തം സംഭവിക്കുന്ന പോലെയാണ്. അത് എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യമങ്ങളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, തോൽവീനെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ഒരു പരിധിവരെ ജീവിച്ച് വളർന്നതും ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. അത് മാറ്റേണ്ട സമയമായി അല്ലേ. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മളൊരു കാര്യത്തിന് ഒരാൾക്ക് കുറച്ച് കൂടുതലായിട്ട് എഫേർട്ട് ഇടേണ്ടതായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അവരെ ഒരു കഴിവില്ലാത്തവരായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ കുറച്ച് കഴിവ് കുറഞ്ഞവരായിട്ട് കാണണ ഒരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അതും മാറ്റപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒത്തിരി റിസർച്ചും സ്റ്റഡീസും പറയണത് എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ് റിക്കറൻ്റായിട്ട് ഫെയിലിയറായി പോയാലും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുള്ളൂ. സക്സസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവായിട്ടുള്ളൊരു മാറ്ററാണ്. എങ്കിലും ഇപ്പോൾ നമ്മൾ ഫൈനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കരിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു ഗോളാണെങ്കിൽ അവർക്ക് എഫേർട്ട് ഇടുന്ന ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ അവരുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ സമൂഹം അവർക്ക് ഒരു അർഹിക്കുന്ന അംഗീകാരം എപ്പോഴും കൊടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് കുറേ കഴിവുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ എഫേർട്ട് ഇടാണ്ടിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ വണ്ടി ഓടിക്കാൻ അറിഞ്ഞിട്ട് വണ്ടി ഓടിക്കാത്തൊരവസ്ഥ പോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു കാര്യത്തിൽ എഫേർട്ട് ഇടുന്ന ആൾക്കാരനെ നമ്മൾ അവരുടെ എഫേർട്ടിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് അവർ എത്തി നിൽക്കണ ഒരവസ്ഥയിലല്ല. അവിടെ നിന്ന് മുന്നേറി പോകാനായിട്ട് അവർക്ക് ആ ഒരു എഫേർട്ട് ഇടാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ദ സർക്കിൾ ഓഫ് അസ് വെയർ വി ആർ ഇൻ, അതായത് നമ്മൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഒരു സുഹൃത്ത് വലയം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതിനെ നമ്മുടെ സമൂഹം ഒരു പരിധി വരെ ഒരു നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതായത് നമ്മൾ കൂട്ടുകെട്ടുകളെ കൂടുതലും അങ്ങനെ അത്തരം കൂട്ടുകെട്ടുകളിലേക്ക് ചെന്ന് പെടാതെ സ്വന്തമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ നോക്കി പഠിക്കണം എന്നുള്ളൊരു വെസ്റ്റേൺ അപ്രോച്ച് നമ്മുടെ സമൂഹം പല കാലങ്ങളിൽ എടുത്തിട്ടുള്ളതായിട്ടുണ്ട്. പക്ഷേ ഒന്ന് പറയാം, നല്ല സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും സഹായിക്കുന്നതായിട്ടുള്ള ഗ്രൂപ്പുകളും ആണ് നമ്മളുടെ ജീവിതത്തിലെ ശരിയായിട്ടുള്ള ദിശയിലേക്ക് നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇപ്പോൾ ഞങ്ങളിങ്ങനൊരു കമ്മ്യൂണിറ്റി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ വെരി സപ്പോർട്ടീവായിട്ടുള്ള ആളുകൾ, സപ്പോർട്ടീവായിട്ടുള്ള സ്കില്ലുകളുള്ള ആൾക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതും ഇപ്പോൾ അവിടെ നടക്കുന്ന ഡിസ്കഷൻസും അവിടെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതും. അതായത് വെരി കാലിബറുള്ള ആൾക്കാരാണ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പല വ്യത്യസ്തങ്ങളായ റോളുകൾ ചെയ്ത് എക്സ്പീരിയൻസും അതുപോലെ തന്നെ നോളജും എല്ലാമുള്ള
ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആക്ടിവിറ്റിയിലും വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു. അപ്പോൾ അത്തരം ചില അനുഭവങ്ങളും അത്തരം ചില കാഴ്ചപ്പാടുകളും അത്തരം ചില നിരീക്ഷണങ്ങളും ആണ് നമ്മളുടെയൊക്കെ ജീവിതത്തിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ സമൂഹം വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നതാണ്. ഫെയിലിയർ എന്ന് പറയുന്നത് നമുക്കൊരു ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരാൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ അവരെ ഡിസ്കറേജ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും അവരൊരു കാര്യത്തിന് മറ്റുള്ളവരെക്കാളും കൂടുതൽ സമയമെടുത്തിട്ടാണ് നേടണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ന്യൂറോ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രെയിൻ കപ്പാസിറ്റി കൂടുകയാണ് ചെയ്യണത്. മൂന്നാമത്തേതായിട്ട് നല്ല സർക്കിളുകളിൽ അല്ല നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും നമുക്കുള്ളൊരു കാലിബർ പൊതുവേ നമുക്ക് മലയാളീസിന് കുറവാണ്. അല്ലെങ്കിൽ അത്തരം ആളുകൾ അവർ അപ്രോച്ചബിൾ ആണോ എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടും അല്ലെങ്കിൽ അത്തരം ആളുകളിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അങ്ങനെ ഒരു സർക്കിളുകളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ അത്തരം കമ്മ്യൂണിറ്റികൾ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്.